ബാഹുയുദ്ധ മത്സരമായിരുന്നു അടുത്ത പരിപാടി. ആ ജീവൻ മരണ സമരത്തിൽ ജയിച്ചു വരുന്നയാൾക്ക് നിശ്ചയിച്ചിരുന്ന സമ്മാനം 6 വയസ്സുള്ള കുലീന വംശജയായ ഒരു പെൺകുതിരയായിരുന്നു. തോൽക്കുന്നയാൾക്ക് ഇരട്ടപ്പിടിയുള്ള ഒരു മധ്യഭരണി. അക്യുലീസ് മത്സര വിവരം പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഉടൻ പനോപ്പിയോസിന്റെ മകനും ഉദ്ധാമകനായുമായ ഈപ്പിയോസ് മുമ്പോട്ട് ചാടി വന്ന് സമ്മാന കുതിരയുടെ മേൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഈ മത്സരത്തിൽ ആരും തന്നെ എന്നോട് വിജയിക്കുവാൻ പോകുന്നില്ല. യുദ്ധരംഗത്ത് എനിക്ക് ചില കുറവുകളുണ്ടെന്ന് ഞാൻ സമ്മതിക്കാം. എന്നാൽ ഈ ബാഹുയുദ്ധത്തിൽ എന്നെ നേരിടുന്നവന്റെ അസ്ഥികൾ ഞാൻ ഞെരിച്ച് തവിടുപൊടിയാക്കും. ഭീകരമായ വെല്ലുവിളിയെ നേരിടുവാൻ ആരും തയ്യാറായി കണ്ടില്ല. ഒടുവിൽ ഒരാൾ എഴുന്നേറ്റു. സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, ടലേനിയരിസ് പ്രഭുവിന്റെ പുത്രൻ മെക്കിസ്റ്റിയൂസ്. അരപ്പെട്ടിയും കൈയുറകളും ധരിച്ച് അയാൾ ഗോദായിൽ പ്രവേശിച്ചു. തൽക്ഷണം ഇരുവരും മുഷ്ടിച്ചുരുട്ടിക്കൊണ്ട് പ്രഹരങ്ങൾ ആരംഭിച്ചു. ഇടിയും തടയും മുറയ്ക്കുന്നതിനിടയിൽ ഈപ്പിയോസ് മെക്കിസ്റ്റിയൂസിന്റെ കീഴ്ത്താടിയിൽ മാരകമായ ഒരു അടിവെച്ചു കൊടുത്തു. അയാൾ അതോടുകൂടി കാലിടറി നിലംപൊത്തി. ഈപ്പിയോസ് പിന്നെ തന്റെ പ്രതിയോഗിയെ പൊക്കിയെടുത്ത് ആകാശത്തിലേക്ക് ചുറ്റിയെറിഞ്ഞു. പിന്നെ ഗുസ്തി മത്സരം തുടങ്ങുവാനുള്ള വട്ടമായി. ഒന്നാം സമ്മാനമായി കൊണ്ടുവന്നു വെച്ചത് 12 കൂറ്റൻ മൂരികളുടെ വിലക്കൊപ്പമുള്ള ഒരു തിപ്രതാകിയായിരുന്നു. രണ്ടാം സമ്മാനം 4 മൂരികളുടെ വിലക്കൊപ്പമുള്ള ഒരു തരുണീമണിയും. വലിയ അജാക്സും ഒഡീസിയസുമാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ മുന്നോട്ട് വന്നത്. വീര്യവും വീറും മുറ്റിനിന്ന ഒരു മൽപ്പിടുത്തമായിരുന്നു അത്. ഓരോ നിമിഷവും പർവ്വതകാരനായ അജാക്സ് ഒഡീസിയസിനെ മലർത്തി അടിക്കുമെന്ന് കാണികൾക്ക് തോന്നി. എന്നാൽ ഉഭയശാലിയായ ഒഡീസിയസ് ഒടുവിൽ അജാക്സിനെ അടിച്ചു മലർത്തുമെന്ന് തന്നെ വിശ്വസിച്ചവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ ആർക്കും ആരെയും നിലംപതിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. പിന്നെ പെട്ടെന്നാണ് അജാക്സ് ഒഡീസിയസിനെ പിടിച്ചു പൊക്കുവാൻ ശ്രമിച്ചത്. പക്ഷെ അതിനു മുമ്പ് തന്നെ പ്രതിയോഗിയുടെ ഉദ്യമം മനസ്സിലാക്കിയ ഒഡീസിയസ് അജാക്സിന്റെ കാൽമുട്ടുകളിൽ നോക്കി ഒരു ഊക്കൻ തൊഴി കൊടുത്തു. അജാക്സ് പുറകോട്ട് മലർന്നു വീണുപോയി. ഒഡീസിയസ് ഉടൻ തന്നെ അയാളുടെ നെഞ്ചിൽ ചാടി വീണ് അയാളെ പൊക്കിയെടുക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ആ മാംസപിണ്ഡം നിലത്തു നിന്നും അനങ്ങിയില്ല. പിന്നെ കുറെ നേരത്തേക്ക് കെട്ടിമറിച്ചിലായിരുന്നു. ഇരുവരും തിരിഞ്ഞും മറിഞ്ഞും ഉരുണ്ടും പിരണ്ടും നിർണായകമായ പ്രഹരത്തിനൊരുങ്ങി. ആ രംഗം കണ്ടപ്പോൾ അക്കില്ലീസ് ഓടിച്ചെന്ന് രണ്ടുപേരെയും പരസ്പരം പിടിച്ച് മാറ്റിക്കൊണ്ടു പറഞ്ഞു, മൽപ്പിടുത്തം കേമമായി. രണ്ടുപേരും വിജയിച്ചിരിക്കുന്നതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. പന്തയ വസ്തുക്കൾ നിങ്ങൾക്ക് സമമായി വീതിച്ചു തരുന്നതാണ്. രണ്ടുപേർക്കും സന്തോഷമായി. തുടർന്ന് ഓട്ട മത്സരത്തിനുള്ള സമയമാണെന്നറിയിച്ചു. ഈ മത്സരത്തിനുള്ള ഒന്നാം സമ്മാനം തനിവെള്ളയിൽ നിർമ്മിച്ച് മനോഹരമായ കുത്തുപണികൾ ചെയ്ത ഒരു ശരാവമായിരുന്നു. രണ്ടാം സമ്മാനം ഒരു കൂറ്റൻ മൂരിയും. മൂന്നാം സമ്മാനം ഒരു സ്വർണ്ണ കട്ടിയുമായിരുന്നു. ഓട്ടക്കളത്തിൽ അണിനിരുന്നത് ചെറിയ അജാക്സും ഒഡീസിയസും ആന്റിലോക്കസുമായിരുന്നു. തുടക്കത്തിൽ തന്നെ അജാക്സ് മുമ്പിലെത്തി. എന്നാൽ നിമിഷനേരം കൊണ്ട് ഒഡീസിയസിന്റെ ഓട്ടവേഗവും ക്രമാതീതമായി ഉയർന്നു. ആ പദധ്വനിയിൽ പരിസരം പ്രകടനം കൊണ്ടു. കാണികൾ ആർത്തു വിളിച്ചു. ഒഡീസിയസ് അധീനാദേവിയോട് തന്നെ വിജയത്തിലെത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടോടി. ദേവി പ്രാർത്ഥന കേട്ടു. ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുമ്പേ അജാക്സിന്റെ കാലിടറിപ്പോയി. ഒഡീസിയസ് ഒന്നാം സമ്മാനമായ വെള്ളിപ്പാത്രം നേടി. അജാക്സിന് രണ്ടാം സമ്മാനമായ കൂറ്റൻ മൂരിയെയും കിട്ടി. ആന്റിലോക്കസിനാകട്ടെ മൂന്നാം സമ്മാനമായ സ്വർണ്ണക്കട്ടിയും. സമ്മാനം വാങ്ങിക്കഴിഞ്ഞപ്പോൾ അജാക്സ് പറഞ്ഞു, ആ ഒളിമ്പ്യൻ യക്ഷി അധീന എൻ്റെ കാലിടറിച്ചു കളഞ്ഞു. അല്ലെങ്കിൽ ഒന്നാം സമ്മാനം എനിക്കായിരുന്നു. അപ്പോൾ ആന്റിലോക്കസ് തുറന്നടിച്ചു, കഴിവ് എവിടെ കണ്ടാലും നാം വകവെച്ചു കൊടുക്കണം. ഓട്ടത്തിൽ അക്കില്ലീസ് ഒഴികെ മറ്റാർക്കും ഒഡീസിയസിനെ തോൽപ്പിക്കുവാനാവില്ല. ആന്റിലോക്കസിന്റെ അഭിപ്രായ പ്രകടനത്തിൽ സന്തുഷ്ടനായ അക്കില്ലീസ് അയാൾക്കിപ്പോൾ മറ്റൊരു സ്വർണ്ണ കട്ടി കൂടി കൊടുത്തു. അക്കില്ലീസ് അനന്തരം പെട്രോക്ലോസ് യുദ്ധരംഗത്തിൽ നിന്ന് പിടിച്ചെടുത്ത സാർപഡോണിന്റെ പടച്ചട്ടയും കവചവും കുന്തവും ശിരാസ്ത്രവും കൊണ്ടുവരുവാൻ ആളയിച്ചു. പടച്ചട്ട കളഞ്ഞ് ആയുധങ്ങളും ധരിച്ച് ദ്വന്ദ്വയുദ്ധം നടത്തുവാനുള്ള വേണ്ട ആഹ്വാനം അപ്പോഴേക്കും അവിടെ മുഴങ്ങി. എതിരാളിയുടെ നെഞ്ചത്തേക്ക് കുന്തം ചാണ്ടി മാർച്ചട്ടയുടെ തകൽപ്പാളികൾ പൊളിച്ച് മാംസപേശികൾ പുറത്തു ചാടിച്ച് ആര് രക്തം സ്രവിപ്പിക്കുന്നുവോ അയാൾക്കായി താനൊരു ത്രേഷ്യൻ ഖഡ്ഗം സമ്മാനിക്കുന്നതാണെന്ന് അക്കില്ലീസ് പ്രഖ്യാപിച്ചതോടെ വലിയ അജാക്സും ഡയോമിഡിയസും തങ്ങളുടെ കവചങ്ങൾ ധരിച്ചുകൊണ്ട് യുദ്ധസന്നദ്ധരായി. ഏറ്റുമുട്ടുകയും തടുത്തു നിൽക്കുകയും ചെയ്തു. അവർ 3 പ്രാവശ്യം അവർ പരസ്പരം കടന്നാക്രമിച്ചു. അജാക്സിന്റെ കുന്തം ഒരു തവണ ഡയോമിഡിയസിന്റെ കവചം തുളച്ചുവെങ്കിലും അയാളുടെ മാർച്ചട്ടയുടെ ബലം നിമിത്തം മേനിയിൽ ചെന്ന് മുട്ടിയില്ല. ഡയോമിഡിയസ് ആ തക്കം നോക്കി തന്റെ കുന്തം അജാക്സിന്റെ കഴുത്തിന് നേരെ പലവട്ടം പ്രയോഗിച്ചു. കാണികൾ സംഭ്രാന്തരായി ഉറ്റുനോക്കവേ അക്കില്ലീസ് തന്റെ ത്രേഷ്യൻ ഖഡ്ഗം ഡയോമിഡിയസിന് സമ്മാനിച്ചുകൊണ്ട് അയാൾ ജയിച്ചതായി പ്രഖ്യാപിച്ചു. ഭാരദ്വേഗ സാൽമ മത്സരമായിരുന്നു അടുത്തത്. അമാനുഷ്യ ശക്തിമാനായ ഇയോറ്റൻ തന്റെ ശത്രുക്കൾക്ക് നേരെ ചുഴറ്റിയെറിയുവാൻ ഉപയോഗിച്ചിരുന്ന ഒരു കൂറ്റൻ വാർപ്പിരുമ്പിൻ ഖഡ്ഗമാണ് ഇതിനു വേണ്ടി കൊണ്ടുവന്നത്. ഈ മത്സരത്തിൽ ജയിക്കുന്നയാൾക്കായി നിശ്ചയിച്ചിരുന്നത് 5 കൊല്ലം സുഖമായി ജീവിക്കാനുള്ള ദ്രവ്യമായിരുന്നു. അക്കില്ലീസിന്റെ ആഹ്വാനം മുഴങ്ങിയതോടെ അജയനായ പോളിപെയോറ്റിസ്, അമാനുഷ്യ ശക്തനായ ലിയോട്ടോണിയസ്, വലിയ അജാക്സ്, എപ്പിയോഡ് രാജകുമാരൻ എന്നിവർ രംഗത്തെത്തി. എപ്പിയോസ് ഭാരമെടുത്തുയർത്തി.
തൻ്റെ തലയ്ക്ക് ചുറ്റും ഒരു വട്ടം ചുഴറ്റിയ ശേഷം താഴെ വെച്ചു. രണ്ടാമതായി ലിയോണ്ടിയസും മൂന്നാമതായി അജാക്സുമാണ് ആ ഭാരമേറിയ ഇരുമ്പിൻ ഖഡ്ഗം പൊക്കിയെടുത്തെറിഞ്ഞത്. പക്ഷെ ഒടുവിലെറിഞ്ഞ പോളിപ്പയോറ്റിസ് എല്ലാവരേക്കാളും ദൂരത്തിൽ ആ ഇരുമ്പിൻ കട്ടി പായിച്ച് സമ്മാനം കൈക്കലാക്കി. അടുത്ത മത്സരം കൗതുകമുണർത്തുന്ന ശരപ്രയോഗമായിരുന്നു. ഒരു കപ്പൽ പായ്മരത്തിൻ്റെ തുഞ്ചത്ത് കയറിൽ കെട്ടിയിട്ട് നിർത്തിയിരിക്കുന്ന ഒരു മാടപ്രാവിനെ അമ്പെയ്ത് വീഴ്ക്കുന്ന ആൾക്ക് ഒന്നാം സമ്മാനം. പ്രാവിനെ എയ്തു വീഴ്ത്തുവാൻ സാധിച്ചില്ലെങ്കിലും അതിൻ്റെ കയറിന്മേൽ അമ്പെയ്ത് കൊള്ളിക്കുവാൻ കഴിയുന്ന ആൾക്ക് രണ്ടാം സമ്മാനം. 2 സമ്മാനങ്ങളും 10 വലിയ കോടാലികളും 10 കൈക്കോടാലികളും ഉടൻ കൊണ്ടുവരപ്പെട്ടു. ട്രിയൂക്രോസ് രാജകുമാരനും ഐഡോമിനിയൂസിന്റെ സമർത്ഥനായ അംഗരക്ഷകൻ മെരിയോണിയസ്റ്റുമാണ് ശരപ്രയോഗത്തിൽ പങ്കെടുക്കുവാൻ മുന്നോട്ട് വന്നത്. ട്രൂക്രോസ് ആദ്യം ശരം കൊടുത്തു. പക്ഷേ സിയൂസ് ദേവൻ അവകാശപ്പെട്ട നേർച്ച നടത്തുവാൻ മറന്നുപോയതിൻ്റെ ഫലമായി ഉന്നം പിഴച്ചുപോയി. അദ്ദേഹം ഇത് അമ്പ് പ്രാവിനെ ബന്ധിച്ചിരുന്ന കയർ മുറിച്ചുകൊണ്ട് കടന്നുപോയി. പ്രാവ് രക്ഷപ്പെട്ട് ആകാശത്തിലേക്ക് പൊങ്ങിപ്പറന്നു. ആ ക്ഷണം മെരിയോണിയസ് ഉഗ്രൻ ഒരു ശരം തൊടുത്തു വിട്ടു. അപ്പോളോ ദേവന് താൻ ബലിയർപ്പിക്കുന്നതാണെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടായിരുന്നു അയാൾ അമ്പെയ്തത്. ഉന്നം തെറ്റാതെ പാഞ്ഞു ചെന്ന അസ്ത്രം പ്രാവിൻ്റെ ചിറകിനടിയിലൂടെ തുളഞ്ഞു കയറി. ഉത്തരക്ഷണത്തിൽ അത് നിലം പൊത്തി. കാണികൾ കൈയടിച്ച് ആർത്തു രസിച്ചു. 20 സമ്മാനങ്ങളും വാങ്ങി നിഷ്ക്രമിച്ചു. കുന്തപ്രയോഗ വിദഗ്ധന്മാരായ രണധീരന്മാർ വരട്ടെ. ഒടുവിലത്തെ മത്സരത്തിനുള്ള ആഹ്വാനമായിരുന്നു അത്. അക്കില്ലീസ് മത്സരത്തിനുള്ള സമ്മാനങ്ങൾ ഹാജരാക്കി. ഒരു നീളം കൂടിയ കുന്തവും പിന്നെ ഒരു മൂരി വില വരുന്ന 2 അണ്ടാവും. അണ്ടാവിൽ പുഷ്പാകൃതിയിലുള്ള ചിത്രങ്ങൾ കൊത്തി അലങ്കരിച്ചിരുന്നു. അഗമെമ്നോൻ രാജാവും മെരിയോണിയസ്റ്റുമാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ താങ്കളുടെ ഇരിപ്പിടങ്ങളിൽ നിന്ന് ചാടി എഴുന്നേറ്റ്. അതുല വിക്രമ പരാക്രമിയും കുന്തപ്രയോഗ വീരനുമായ അഗമെമ്നോൻ രാജാവ് മത്സരത്തിൽ പങ്കെടുക്കുവാൻ എഴുന്നേൽക്കുന്നത് കണ്ടപ്പോൾ അക്കില്ലീസിന് അത്ഭുതം തോന്നി. ആ കൃതഹസ്തന്റെ മുമ്പിൽ ആദരവോടുകൂടി നിന്നുകൊണ്ട് അക്കില്ലീസ് അറിയിച്ചു, അല്ലയോ അഗമെമ്നോൻ രാജാവേ, അങ്ങയുടെ മഹത്വവും സാമർഥ്യവും ഞങ്ങൾക്കറിയാം. അങ്ങ് മത്സരത്തിൽ പങ്കെടുക്കാതെ തന്നെ ഞങ്ങളുടെ മനസ്സിൽ ഒന്നാം സമ്മാനം സ്വീകരിക്കണം. രണ്ടാം സമ്മാനം മെരിയോണിസ്റ്റിന് നൽകുവാൻ അനുവദിക്കുകയും വേണം. അഗമെമ്നോൻ രാജാവ് അക്കില്ലീസിന്റെ നിർദ്ദേശം അംഗീകരിച്ചു. മത്സരങ്ങൾ കഴിഞ്ഞ് ഓരോരുത്തരും അവരവരുടെ പാളയങ്ങളിലേക്ക് മടങ്ങി. രാത്രി എല്ലാവർക്കും സമൃദ്ധമായ ഭക്ഷണമായിരുന്നു. തീനും കുടിയും കഴിഞ്ഞപ്പോൾ ഉറങ്ങുവാനുള്ള വട്ടമായി. എന്നാൽ അക്കില്ലീസിന് മാത്രം ആ രാത്രി ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. പെട്രോക്ലോറിസിനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. എന്നേക്കുമായി നഷ്ടപ്പെട്ടുപോയ ആ ബാല്യകാല സുഹൃത്തിനെക്കുറിച്ച് ഓർത്തപ്പോൾ അക്കില്ലീസിന്റെ മനസ്സ് വ്യത്യതാൽപരമായി. കിടന്നതും ഇരുന്നതും എഴുന്നേറ്റതും ഇടയ്ക്കിടെ കടൽപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് രാത്രി കഴിച്ചുകൂട്ടുകയും ചെയ്യും. സ്നേഹിതനെക്കുറിച്ചുള്ള ബഹുമാനധാരങ്ങളോടൊപ്പം ഹെക്ടറിനെക്കുറിച്ചുള്ള അമർഷ വിദ്വേഷങ്ങളും ആ മനസ്സിൽ പൊന്തുവന്നു. നേരം വെളുത്തപ്പോൾ അക്കില്ലീസ് അതിക്രുദ്ധനായി മാറി. ഹെക്ടറിന്റെ മൃതശരീരം തന്റെ രഥത്തിന്റെ പിന്നിൽ കെട്ടിയിട്ട് കുതിരകളെ അതിവേഗത്തിൽ പായിച്ച് ശ്മശാനം മുഴുവൻ ചുറ്റിക്കറങ്ങി. നിന്ദ്യവും നീചവുമായി നിഷ്ഠൂര കർമ്മം അദ്ദേഹത്തിന് 11 ദിവസം തുടരുകയും ചെയ്തു. ദേവലോകത്ത് അപ്പോഴേക്കും അതിനെപ്പറ്റി ശബ്ദമുയർന്നു. അക്കില്ലീസ് ഒരു കാട്ടാളിനെ പോലെയാണെന്നാണ് പെരുമാറുന്നത്. അപ്പോളോ ദേവൻ പറഞ്ഞു, അയാളുടെ ഒരു സ്നേഹിതൻ നഷ്ടപ്പെട്ടു പോലും. മറ്റാർക്കുമില്ലാത്ത ഒരു അനുഭവമാണോ ഇത്? മക്കൾ നഷ്ടപ്പെടുന്നവരില്ലേ? ഹെക്ടറിന്റെ മൃതദേഹത്തോട് കാട്ടിക്കൂട്ടുന്ന നിന്ദ്യമായ ധിക്കാരം ഗർഹീണമായത്രേ. ഹെറാദേവിക്ക് സ്വാഭാവികമായും ആ അഭിപ്രായ പ്രകടനം പിടിച്ചില്ല. ഒരു ദേവിയുടെ പുത്രനായ അക്കില്ലീസിനെയും കേവലം ഒരു മനുഷ്യ സ്ത്രീയുടെ മകനായ ഹെക്ടറെയും തുലനം ചെയ്ത് സംസാരിക്കുന്നത് എന്താ എന്ന് അവർ പറഞ്ഞു. സിയൂസ് ദേവൻ വന്നപ്പോൾ ഇടയ്ക്ക് കയറി, ഹെക്ടർ ദൈവങ്ങൾ നിഷ്കരിക്കപ്പെട്ടവനായിരുന്നു. നമുക്കിപ്പോൾ വേണ്ടത് മതിയായ മോചന ദ്രവ്യം വാങ്ങി അക്കില്ലീസ് ഹെക്ടറുടെ മൃതദേഹം പ്രിയാമിന് വിട്ടുകൊടുക്കണമെന്നതാണ്. അക്കില്ലീസിനെ സ്വാധീനിക്കുവാൻ തെയ്റ്റീസിനെ പറഞ്ഞു വിടേണ്ടിയിരിക്കുന്നു. തെയ്റ്റീസ് തൻ്റെ അടുത്തെത്തിയാൽ ഞാൻ വേണ്ട വിധത്തിൽ ഉപദേശിക്കാം. നിർദ്ദേശം കേട്ടപാടെ ഐറിസ് തെയ്റ്റീസിനെയും കൂട്ടി ഒളിമ്പീസിലെത്തി. സിയൂസ് ദേവൻ അവരോട് പറഞ്ഞു, ഹെക്ടറുടെ മൃതദേഹം എടുത്ത് അക്കില്ലീസിന് കണക്കിന് ക്രൂരത ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. മോചനദ്രവ്യം വാങ്ങിയ അക്കില്ലീസ് ഹെക്ടറുടെ മൃതദേഹം പ്രിയാമിന് വിട്ടുകൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ദേവി വിവരം ഉടനെ അക്കില്ലീസിനെ ചെന്ന് അറിയിക്കണം. പ്രിയാമിൻ്റെ പക്കലേക്കും ഒരു സന്ദേശവുമായി ഞാൻ ഐറിസിനെ അയക്കുന്നുള്ളൂ. തെയ്റ്റീസ് ഉടൻ മകൻ്റെ അടുത്തെത്തി. ആഹാര നിഹാരാദികൾ വെടിഞ്ഞ് ആകെ വിലാപത്തിലായിരുന്ന അക്കില്ലീസിനെ കണ്ട് സിയൂസ് ദേവന്റെ സന്ദേശം അറിയിച്ചു. ദേവന്റെ കൽപ്പന അതേപടി തന്നെ അക്കില്ലീസ് അംഗീകരിക്കുകയും ചെയ്തു. ഐറിസ് ദേവി അപ്പോൾ പ്രിയാമിൻ്റെ കൊട്ടാരത്തിലെത്തിക്കഴിഞ്ഞിരുന്നു. ഘനീഭവിച്ച ദുഃഖം പോലെ പുത്രന്മാരുടെ നടുവിൽ കുഞ്ഞുകൂടിയിരുന്ന പ്രിയാമിനെ കണ്ട് പറഞ്ഞു, ഹെക്ടറുടെ മൃതദേഹം മോചനദ്രവ്യം കൊടുത്ത് അക്കില്ലീസിനോട് വാങ്ങിക്കൊള്ളുവാൻ സിയൂസ് ദേവൻ കൽപ്പിക്കുന്നു. താങ്കളെ നിരപായ അക്കില്ലീസിന്റെ പാളയത്തിലേക്ക് എത്തിക്കുവാൻ സിയൂസ് മുൻകൈ എടുത്തുകൊള്ളും. ഐറിസ് അപ്രത്യക്ഷയായി. പ്രിയാം യാത്രയ്ക്കുള്ള രഥം തയ്യാറാക്കുവാൻ ഏർപ്പാട് ചെയ്തു. വിവരമറിഞ്ഞപ്പോൾ ഹെക്യൂബ രാജ്ഞിയുടെ ആദ്യത്തെ പ്രതികരണം തൻ്റെ പ്രാണവല്ലഭൻ ശത്രുപാളയത്തിലേക്ക് പോകരുതെന്നായിരുന്നു. പക്ഷേ തൻ്റെ പുത്രനെ മടിയിൽ കിടത്തി തെല്ലുനേരം വിലപിക്കുവാൻ സാധിച്ചാൽ അതൊരു കൃതാർത്ഥതയാകുമെന്ന് മനസ്സിലാക്കിയ പ്രിയാം രാജാവ് അക്കില്ലീസ് എന്നെ കൊല്ലുമെങ്കിൽ കൊല്ലട്ടെ എന്ന് സമാശ്വസിപ്പിച്ചുകൊണ്ട് യാത്രയ്ക്കൊരുവാൻ ചെയ്തു. പട്ടാമ്പരങ്ങൾ, മേരങ്കൈകൾ, പരിവാദാനികൾ, വെള്ളയുടുപ്പുകൾ, അടിക്കുപ്പായങ്ങൾ, സ്വർണ്ണക്കട്ടികൾ, വില കൂടിയ ചക്ഷകങ്ങൾ, മകൻ്റെ മൃതദേഹം വിട്ടുകിട്ടുന്നതിനായി എന്ത് നിക്ഷേപവും വിട്ടുകൊടുക്കുവാൻ പ്രിയാം തയ്യാറായിരുന്നു.
യാത്ര പുറപ്പെടുവാറായപ്പോൾ അദ്ദേഹം സിയൂസ് ദേവന് വീഞ്ഞ് നിവേദ്യം ചെയ്തു കൊടുത്തു. തൻ്റെ യാത്ര മംഗളമാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു. വലത്തോട്ട് പറന്ന പുള്ളിക്കർക്കുള്ള കറുത്ത കഴുകനെ കണ്ടുകൊണ്ട് പ്രിയാം രഥാഹോരണം ചെയ്തു. സമ്മാനങ്ങൾ കയറ്റി വണ്ടി മുമ്പിലും പ്രിയാമിൻ്റേത് പിൻപിലുമായി മുന്നോട്ട് നീങ്ങിയപ്പോൾ രാജധാനിയിലുള്ളവരുടെ കണ്ണുകൾ അശ്രുപൂർണങ്ങളായി. രാജാവ് മടങ്ങിയെത്തുവാൻ സാധ്യതയില്ലെന്നായിരുന്നു അവരുടെ വിചാരം. സിയൂസ് പിന്നീട് തൻ്റെ പുത്രൻ ഹെർമിസ്റ്റിനെ വിളിച്ച് പ്രിയാവിനെ അക്കില്ലീസിന്റെ പാളയം വരെ ആരും കാണാതെ കൊണ്ടുചെന്നാക്കണമെന്ന് പറഞ്ഞു. ഹെർമീസ് ഉടനെ കരയിലും വെള്ളത്തിലും വായുവേഗത്തിൽ സഞ്ചരിക്കുവാൻ കഴിയുന്ന ഒരു ജോഡി സ്വർണ്ണ ചെരുപ്പും ഉണർന്നിരിക്കുന്നവരെ ഉറക്കുവാനും ഉറങ്ങുന്നവരെ ഉണർത്തുവാനും കഴിവുള്ള തൻ്റെ മന്ത്രവടിയും എടുത്ത് പുറപ്പെട്ടു. ഹെർമീസ് ഇടയ്ക്ക് വെച്ച് പ്രിയാമിനെ കണ്ടുമുട്ടി. സ്നേഹപൂർവ്വമുള്ള ഹെർമിസ്റ്റിന്റെ പെരുമാനം പ്രിയാമിൽ വിശ്വാസം വളർത്തി. തുടർന്നുള്ള സംഭാഷണത്തിൽ നിന്നും തൻ്റെ മകൻ ഹെക്ടറുടെ കപ്പലണിയിൽ വെച്ച് നടത്തിയ ധീരോത്തമമായ പോരാട്ടത്തെക്കുറിച്ച് ആ വൃദ്ധനായ പിതാവിന് അറിയുവാൻ ഇടവന്നു. സഹായിയായി എത്തിയിരിക്കുന്ന ആൾ അക്കില്ലീസിന്റെ പക്ഷക്കാരനാണെന്ന് അറിഞ്ഞപ്പോൾ ഹെക്ടറിന്റെ മൃതദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞതിൽ കൊള്ളാമെന്ന് പ്രിയാമിന് തോന്നി. അപ്പോൾ ഹെക്ടറുടെ മൃതദേഹം അക്കില്ലീസ് തൻ്റെ രഥത്തിൽ പിന്നിൽ കെട്ടിയിട്ട് ദിവസവും പെട്രോക്ലോസിന്റെ കുഴിമാടത്തിന് ചുറ്റും വലിച്ചിഴയ്ക്കാറുണ്ടെന്നും എന്നാൽ ആ ശരീരത്തിന് ഇഷ്ടദേവന്മാരുടെ അനുഗ്രഹത്താൽ യാതൊരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ലെന്നും ഹെർമീസ് പറഞ്ഞു. പിന്നെ കൂടുതൽ സംസാരിക്കാതെ ഹെർമീസ് രഥത്തിലേക്ക് ചാടിക്കയറി. കൊരടാവ് കയ്യിലെടുത്ത് കുതിരകളെ വായുവേഗത്തിൽ ഓടിച്ച് അക്കില്ലീസിന്റെ പാളയത്തിലെത്തി. ആരും കാണാതെ അവരെ അകത്തേക്ക് കടത്തിവിട്ടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ മറ്റാരുമല്ല, ഹെർമീസ് ദേവനാണ്. പിതാവിന്റെ കൽപ്പന പ്രകാരം അങ്ങയോടുകൂടി വന്നതാണ്. ഹെർമീസ് അപ്രത്യക്ഷനായപ്പോൾ പ്രിയാം അക്കില്ലീസിന്റെ കൂടാരത്തിലേക്ക് കടന്നു ചെന്നു. അക്കില്ലീസിനെ കണ്ടപാടെ പ്രിയാം രാജാവ് അടുത്തു ചെന്ന് കാൽമുട്ടുകളിൽ പിടിച്ചുകൊണ്ട് കൈയെടുത്ത് ചുംബിച്ചു. തൻ്റെ പുത്രന്മാരിൽ പലരെയും വധിച്ചിട്ടുള്ള നിഷ്ഠൂരമായ കൈയാണതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അക്കില്ലീസ് അത്ഭുതത്തോടുകൂടി പ്രിയാം രാജാവിനെ ഉറ്റുനോക്കി. പ്രിയാം താമസിയാതെ തൻ്റെ അപേക്ഷ സമർപ്പിച്ചു. വൃദ്ധനായ തന്നെയും അക്കില്ലീസിന്റെയും പിതാവിനെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് പുത്രനഷ്ടത്താൽ അളവറ്റ വ്യാകുലത അനുഭവിക്കുന്ന താൻ ഇഹലോകത്തിലെ ഏറ്റവും നിർഭാഗ്യവാനായ ജീവിയാണെന്നും വേദനയുടെ വാക്കുകളിൽ പറയുവാൻ തുടങ്ങി. ട്രോയ് നഗരത്തിന്റെയും ട്രോജൻ ജനതയുടെയും ശക്തി സൗധമായിരുന്ന ഹെക്ടറിനെയാണ് അങ്ങ് വധിച്ചത്. വേണ്ടത്ര മോചനദ്രവ്യം നൽകി എൻ്റെ പുത്രന്റെ മൃതദേഹം ഏറ്റുവാങ്ങുവാനാണ് ഈ വൃദ്ധനായ പിതാവ് ഇവിടെ എത്തിയിരിക്കുന്നത്. അക്കില്ലീസെ, എൻ്റെ മകനെ വധിച്ച കരത്തിലാണ് എൻ്റെ സ്നേഹപൂർവ്വമുള്ള ചുംബനം ഞാൻ അർപ്പിച്ചതെന്ന് മനസ്സിലായി. താങ്കളുടെ വൃദ്ധനായ പിതാവിനെ ഓർത്ത് എൻ്റെ മകനെ വിട്ടു തന്നാലും. അപേക്ഷ അവസാനിപ്പിച്ചപ്പോൾ അക്കില്ലീസും പ്രിയാമും പൊട്ടിക്കരഞ്ഞുപോയി. കണ്ണുനീർ കൊണ്ട് കരുണാർദ്ധനായി തീർന്ന അക്കില്ലീസ് മുട്ടിന്മേൽ നിന്നിരുന്ന പ്രിയാമിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഗ്രീക്ക് പാളയത്തിലേക്ക് അങ്ങനെ എങ്ങനെ ഏകനായി കടന്നു വന്നു? അങ്ങയുടെ പുത്രന്മാരെ ഒന്നടങ്കം വധിച്ച ഈ പരമാഘാതന്റെ മുഖത്തേക്ക് അങ്ങെങ്ങനെ തലയുയർത്തി നോക്കുന്നു? കഷ്ടം. മനുഷ്യരായ നമുക്ക് ദേവകൾ കൽപ്പിച്ചു നൽകിയ വിധി ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ അവർ ദുഃഖിതവും വേദനയും നിറച്ചിരിക്കുന്നു. അവർക്കതിനെപ്പറ്റി യാതൊരു പരിഗണനയുമില്ല. അക്കില്ലീസ് പിന്നീട് വൃദ്ധനായതിൻ്റെ പിതാവിനെ ശുശ്രൂഷിക്കുവാൻ അവസരം കിട്ടാതെ ജന്മദേശത്തിൽ നിന്നും വളരെ അകലെ കിടക്കുന്ന ട്രോയിൽ വന്ന് പ്രിയാമിൻ്റെ മക്കളെ കൊല ചെയ്യുവാനിടയായ ദുര്യോഗത്തെ ഓർത്ത് ദുഃഖിച്ചു. അനന്തരം അക്കില്ലീസ് പുറത്തുപോയി പ്രിയാം കൊണ്ടുചെന്നിരുന്ന സാമാനങ്ങളെല്ലാം ഏറ്റെടുത്തു. പിന്നെ പരിചാരകന്മാരെ വിളിച്ച് ഹെക്ടറിന്റെ മൃതശരീരം കുളിപ്പിച്ച് അതിൽ സുഗന്ധതൈലം പൂശുവാൻ ഏർപ്പാട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അക്കില്ലീസിന്റെ അടുത്ത് മഞ്ചത്തിൽ കിടത്തി പ്രിയാം കൊണ്ടുവന്നിരുന്ന വണ്ടിയിലേക്ക് വെച്ചു. തിരിച്ചു വന്നതുകൊണ്ട് അക്കില്ലീസ് പ്രിയാമിനോട് പറഞ്ഞു, ഞാൻ ഹെക്ടറിന്റെ മൃതദേഹം വിട്ടു തന്നിരിക്കുന്നു. പിന്നെ അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് അത്താഴം കഴിച്ചു. അതിനുശേഷം പ്രിയാമിന് കിടക്കുവാൻ നടപ്പന്തലിൽ കിടക്കുവാൻ സജീവമാക്കി. അത് കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതായിരുന്നു. ഹെക്ടറിന്റെ സംസാര കർമ്മങ്ങൾ മുറപ്രകാരം നടത്തുവാൻ 12 ദിവസത്തെ സൗകര്യമാണ് പ്രിയാം അഭ്യർത്ഥിച്ചത്. ആദ്യം 9 ദിവസത്തെ വിലാപം, 10-ാം ദിവസം സംസ്കാരം, 11-ാം ദിവസം സംസ്കാര കുടീരത്തിന്റെ പണി, 12-ാം ദിവസം വേണ്ടി വന്നാൽ സമരരംഗത്തെത്തു. അക്കില്ലീസ് എല്ലാം സമ്മതിച്ചു. രണ്ടുപേരും കിടക്കുവാൻ പോയി. ഹെർമീസ് ദേവൻ അപ്പോഴും ഉറങ്ങുവാൻ കഴിഞ്ഞിരുന്നില്ല. ഹെർമീസ് പ്രിയാമിനെ വിളിച്ചുണർത്തി. ഗ്രീക്ക് പാളയത്തിൽ നിന്നും ഉടൻ അദ്ദേഹത്തെ കടത്തിവിടുവാനായിരുന്നു ഹെർമീസിന്റെ ശ്രമം. അഗമെമ്നോനോ മറ്റോ കണ്ടാൽ ഉണ്ടാവുന്ന അപകടത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. പ്രിയാം പുറപ്പെടുവാൻ തയ്യാറായി. ഹെർമീസ് ഉടൻ രഥങ്ങൾ വീണ്ടും പുറത്തേക്ക് പായിച്ചു. ആരും കാണാതെ മകന്റെ മൃതദേഹവുമായി പ്രിയാം രക്ഷപ്പെട്ടു. സാന്തോസ് നദി കടന്നപ്പോൾ ഹെർമീസ് അന്തർധാനം ചെയ്തു. പുലരി പൊട്ടിവിടർന്നത് കണ്ടപ്പോൾ ഹെക്ടറുടെ മൃതദേഹവുമായി പ്രിയാം രാജാവ് ട്രോയ് നഗരത്തിന്റെ കവാടത്തിലെത്തി. രാജാവിന്റെ മകൾ കസാൻഡ്രയാണ് ആ കാഴ്ച ആദ്യമായി കണ്ടത്. അവർ ഉച്ചത്തിൽ നഗരവാസികളോട് വിളിച്ചു പറഞ്ഞു, വരിക വരിക, ഹെക്ടർക്ക് അഭിവാദനങ്ങൾ അർപ്പിക്കുവാൻ ഓടി വരിക. ശവമഞ്ചത്തിനടുത്തേക്ക് ആദ്യം ഓടിയെത്തിയത് ഹെക്ടറിന്റെ ഭാര്യയും അമ്മയുമായിരുന്നു. ഹെക്ടർ എൻ്റെ പ്രാണവല്ലഭ എന്ന ആൺട്രോമാക്കി മാറത്തടിച്ച് പൊട്ടിക്കരഞ്ഞപ്പോൾ ഹെക്ടർ എൻ്റെ പൊന്നുമകനെ എന്ന ഹെക്യൂബ രാജ്ഞിയുടെ വാവിട്ട നിലവിളി 8 ദിക്കും പൊട്ടിക്കുമാറായിരുന്നു. അപ്പോഴാണ് ഹെക്ടറെ എൻ്റെ പ്രിയങ്കനായ ജ്യേഷ്ഠ എന്നുള്ള ഹെലൻ്റെ തേകിക്കിടെയുള്ള രോദനം പുറത്തേക്ക് ഒഴുകിയത്. വിലാപമെല്ലാം കഴിഞ്ഞപ്പോൾ പ്രിയാം രാജാവ് സംസ്കാരത്തിൻ്റെ ഏർപ്പാടുകളെക്കുറിച്ച് അറിയിച്ചു. മുറപ്രകാരം 10-ാം ദിവസം ഹെക്ടറിൻ്റെ മൃതദേഹം പട്ടടയിൽ വെച്ചു.
പിറ്റേന്ന് ഭൗതിക അവശിഷ്ടങ്ങൾ പെറുക്കിയെടുത്ത് ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് ഒരു സ്വർണ്ണ പേടകത്തിൽ നിക്ഷേപിച്ചു. പേടകം പിന്നീട് ഒരു കുഴിയിൽ വെച്ച് മൂടി. മീതെ ഒരു കുടീരവും പണിതു. പ്രിയാമിന്റെ കൊട്ടാരത്തിൽ നിന്ന് എല്ലാവർക്കും ഗംഗേമമായ സദ്യ ഉണ്ടായിരുന്നു. ഹെക്ടറുടെ ശേഷക്രിയയായിരുന്നു അത്. ഇതോടുകൂടി ഹോമറിന്റെ ഇലിയഡിന്റെ ഔദ്യോഗികമായ ആ ഒരു ഇതിഹാസം അവസാനിച്ചിരിക്കുകയാണ്. ഇനി തുടർന്നുള്ള ഒഡീസിയസിന്റെ ജീവിതത്തെ അടിസ്ഥാനപരമാക്കി ഒഡീസിയസ് തിരിച്ച് നാട്ടിലെത്തുന്നതുവരെയുള്ള കഥ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ഇതിഹാസത്തിന്റെ കഥയായ ഓഡിസിയാണ്. അതിനെ അടുത്ത ലക്കത്തിൽ പറയാം. ഹോമറിന്റെ ഒഡീസി തുടരും.